ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 മക്കബായർ 15:27. കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോയെ, അധ്വാനിക്കാനും പ്രാർത്ഥിക്കാനും രണ്ടും ജീവിതത്തിൻ്റെ കൃപാസാധ്യതയാണെന്ന് മനസ്സിലാക്കി ഇണങ്ങുന്ന വിധം വ്യാപരിക്കാനും അനുഗ്രഹിച്ചാൽ, അധ്വാനത്തെ അനുഗ്രഹമാക്കാൻ ആത്മീയതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കായി ഞങ്ങൾ ഒരുക്കണേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മക്കബായരുടെ പുസ്തകത്തിൽ അതിനെ ഓർമ്മപ്പെടുത്തുക. കൈകൊണ്ട് അധ്വാനിക്കണം, യുദ്ധം ചെയ്യണം, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. അധ്വാനവും ആത്മീയതയും എങ്ങനെ കൃത്യതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്നു. അധ്വാനത്തിനൊരു ആത്മീയതയുണ്ട്. അതായത് ജോലി എന്ന് പറയുന്നത് ചുമ്മാ കുറേ കർമ്മങ്ങൾ മാത്രമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ജോലിയെപ്പോലും ഒരാത്മീയതയുടെ പരിവേഷത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, അത്തരമൊരു ഭാവത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് ഈശോവും 11-ാം മണിക്കൂറിൽ കടന്നു വന്നവനും ഒരു ദനാറ കൊടുത്തിട്ട് അവിടെ കുറേ സംവാദങ്ങളും വിശകലനങ്ങളും ഒക്കെയുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയത്, അധ്വാനിക്കുന്നവന് കൊടുക്കേണ്ട പ്രതിഫലം എന്ന് പറയുന്നത് അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട പ്രതിഫലമാണ്. ഈശോ നോക്കിയത് ഒരിക്കലും അവൻ എത്ര മണിക്കൂർ ജോലിയെടുത്തു അവൻ്റെ അധ്വാനത്തിൻ്റെ മണിക്കൂറോ തൂക്കമോ അല്ല. ഈശോ നോക്കിയത് അവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. ഇതാണ് അധ്വാനത്തിൻ്റെ ആത്മീയത. അപ്പോൾ അധ്വാനിക്കുന്നവനൊരു കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണെന്ന്, അവനിലൂടെ ഒരു കുടുംബം പ്രതീക്ഷയോടുകൂടിയിട്ട് വൈകുന്നേരം അന്നത്തിനായിട്ട് കാത്തിരിക്കുന്നുവെന്നറിയാൻ ഉള്ളൊരു തുറവി, അതിനുള്ളൊരു ചൈതന്യം, അത്തരത്തിലുള്ളൊരു മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 21:24 ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: അധ്വാനിക്കാൻ മടിക്കുന്നവൻ മരണത്തെ വരിക്കുകയാണ്. നമ്മളിങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പതിയെ പതിയെ നമ്മൾ മരണത്തെ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. ചില മനുഷ്യരിങ്ങനെയുണ്ട്, എന്തുമാത്രം പ്രായത്തിലെത്തിയാലും അവർ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന. എന്നോടൊരു 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാർന്നോര് പറഞ്ഞത്, ഏറ്റു നടക്കാനാവുന്ന കാലത്തോളം മക്കളെ ആശ്രയിക്കാൻ താല്പര്യമില്ല. ഒരു മടി കൊണ്ടുമല്ല, അത് ചിലർക്ക് ദുരഭിമാനം കൊണ്ടൊന്നുമല്ല, അവർ തരില്ലഞ്ഞിട്ടുമല്ല, അതൊരു സുഖം വേറെയാണ്. അപ്പോൾ ഈ അധ്വാനത്തെ കുറച്ചും കൂടെ ആത്മീയതയുടെ കണ്ണിൽ കാണാൻ പറ്റുമോ? അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മനോഹരമായൊരു വാക്യമുണ്ട്: കരങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവൻ തൊഴിലാളിയാണ്, കരങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ജോലി ചെയ്യുന്നവൻ ശില്പിയാണ്, കരങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ജോലി ചെയ്യുന്നവൻ കലാകാരനാണ്. ഇപ്പം ചുമ്മാ കുറേ പണിയെടുക്കുന്നവൻ അവൻ വെറും ജോലിക്കാരനാണ്. ബുദ്ധിയും കൂടെ ഉപയോഗിക്കുമ്പോൾ അവൻ ശില്പിയായിട്ട് മാറും. ഇതിൻ്റെ കൂടെ ഹൃദയം കൂടെ ചേരുമ്പം അയാൾ കലാകാരനായിട്ട് മാറും. എന്തൊരു സുന്ദരമാണെന്ന് അറിയണ്ടേ? ഏതൊരു പ്രവൃത്തിയെയും ആത്മീയതയുടെ പരിപ്രേക്ഷ്യത്തിനകത്ത് ചേർത്താൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. എന്നോടൊരിക്കൽ ഒരു പൂന്തോട്ടം നടത്തുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, ആളുകളിങ്ങനെ ചുമ്മാ വെറുതെ കൂട്ടം കൂടിയിരുന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ വേണ്ടാത്ത വെടുപ്പുകളൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നല്ല ഭക്തിഗാനം വയ്ക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആളുകളുടെ പ്രൊഡക്ടിവിറ്റിയിൽ പോലും സംഗീതത്തിന് അങ്ങനെ ഒരു വലിയ സാധ്യതയില്ലേ. സംഗീതം എന്ന് പറയുന്നത് അത് സർവാംഗം സുന്ദരമാണെന്നാണ് പറയുന്നത്. കവിതയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കഥകൾക്കൊക്കെ അത് കൃത്യമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് സൗന്ദര്യം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ കവിതയിൽ ചില വാക്കുകൾ കൊണ്ട് തന്നെ ചില സുന്ദരമായ ഗാനങ്ങളുണ്ടാവും. ചില താരാട്ടുപാട്ടിനൊക്കെ ചുമ്മാ ഒരക്ഷരം തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നേ ഉള്ളൂ. ലാ 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 എന്ന് പറഞ്ഞ് 3-4 അക്ഷരം മാത്രം മതി. എന്നാൽ സാഹിത്യത്തിന് അക്ഷരങ്ങൾ കൊണ്ട്, അക്ഷരങ്ങളുടെ ഒരു വലിയ സംഗമത്തിൽ മാത്രമേ സാഹിത്യം സൗന്ദര്യമുള്ളതായിട്ട് മാറൂ. എന്നാൽ സംഗീതമാകട്ടെ സർവാംഗം സുന്ദരമാണ്, അത് സുമധുരമാണ്.
ഞാനത് പറയണത് അധ്വാനത്തിൻ്റെ മേഖലയിലേക്ക് ഈ ഒരു ചൈതന്യത്തെ ഒന്ന് പകർത്താൻ അതിനെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും എബ്രഹാം ലിങ്കൻ്റെ ഒരു മനോഹരമായ വാക്കുണ്ട്: ആരെങ്കിലും അമേരിക്കയെ സ്നേഹിക്കുകയും ജോലിയെ വെറുക്കുകയും ചെയ്താൽ അവൻ നുണയനാണ്. വീണ്ടും അദ്ദേഹം പറയാണ്, ആരെങ്കിലും അമേരിക്കയെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അതേസമയം ജോലിയെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ വിഡ്ഢിയാണ്. അപ്പോൾ അമേരിക്കയെ സ്നേഹിക്കുക, അമേരിക്കയെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നവൻ ജോലി ചെയ്യണം ദേശത്തിന് വേണ്ടിയിട്ട്. ചില ആളുകളൊക്കെ കുടുംബത്തെ സ്നേഹിക്കുന്നു, മക്കളെയും പങ്കാളിയെ സ്നേഹിക്കുന്നു എന്നൊക്കെ അധരം കൊണ്ടൊരു വ്യായാമം എന്നുവണ്ണം പറയുന്നതല്ലാതെ അവർക്കവിടെ ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ, അവർക്ക് വേണ്ടി ജീവിതത്തെ ഒന്ന് വ്യയം ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നെങ്കിൽ ഈ വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമിടയിൽ വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. വിൻസെൻ്റ് പോൾ പുണ്യവാനെക്കുറിച്ച് പറഞ്ഞത്, വിശുദ്ധൻ്റെ 80 വർഷത്തെ ജീവിതം കൊണ്ട് 6 വിശുദ്ധന്മാർ ചെയ്യുന്നത്രയും പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തുവെന്ന് അർത്ഥത്തിലുള്ളൂ. ദൈവം തന്ന ആയുസ്സിനെ, ആരോഗ്യത്തെ അതൊരു നിയതമായ ലക്ഷ്യത്തോടു കൂടിയിട്ട്, ഒരു ടാർഗറ്റോട് കൂടിയിട്ട്. പല ആളുകളും ഇന്ന് പണിയെടുക്കുന്നത് പോലും വളരെ നിർനിമേഷരായിട്ട്, എന്ന് വെച്ചാൽ ഒരു താല്പര്യമില്ല, നിർമ്മമതയോട് കൂടിയിട്ട് പണിയെടുക്കാൻ പറ്റണില്ല. ടാർഗറ്റഡാണ് പണി മുഴുവനും. എനിക്ക് കിട്ടണം, എനിക്ക് ജോലി തരുന്നവൻ കൂടെ ജീവിക്കണമെന്ന്, എന്നെ ഇങ്ങനെ പരിപാലിക്കുന്നവൻ്റെ ജീവിതത്തിന് പരിക്ക് പറ്റരുത് എന്ന് അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ശൈലിയിലേക്ക് അധ്വാനവും അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളും തൊഴിൽ സ്വീകരിക്കുന്നവരും മാറുമ്പോഴാണ് അധ്വാനം ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ അത് വലിയ അഭിഷേകമായിട്ട് മാറുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ അധ്വാനത്തിനൊടുവിലും വലിയ വലിയ സങ്കടവും നൊമ്പരവും മാത്രമേ ശേഷിക്കുള്ളൂ. മർത്തായിസം എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ശുശ്രൂഷകരോട് ഓർമ്മപ്പെടുത്തലിനകത്ത് വളരെ കൃത്യതയോടുകൂടെ ഇട്ട് പറഞ്ഞു, മർത്തായിസം എന്നുവെച്ചാൽ പണിയോ പണി. അതൊരു എസ്കേപ്പിസായിട്ട് മാറിയേക്കുക. ചില ആളുകൾ, എൻ്റെ അയൽവക്കത്തുകാരനൊരു ചേട്ടൻ വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോഴും ഓലമടയുന്നത് കണ്ട ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പകൽ മുഴുവൻ പണിയെടുക്കാൻ സമയമുണ്ട്. ആ പ്രാർത്ഥനയുടെ ഇടയിൽ പോലും ഇങ്ങനത്തെ നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പം എക്സ്ട്രാ ചൊല്ലുന്നൊരു കൊന്തയുടെ കഥയല്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം മാഗസിൻസ് പാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അടുക്കളയിൽ കറിക്കരിയോ ഒക്കെ ചെയ്യുമ്പം അത് എക്സ്ട്രാ പരിപാടി. ഇയാൾ ആകെപ്പാടെ ഒരു കൊന്തയെ ചെല്ലുന്നുള്ളൂ. അതിനിടയിൽ പോലും ഈ മനുഷ്യൻ ഓലമടയാനും കുരുമുളക് പറിക്കുന്ന കാലമാണെങ്കിൽ അതിൻ്റെ തിരി വന്ന് അതിൽ നിന്ന് പറ്റിപ്പിടിച്ചതൊക്കെ വിടർത്തി അടർത്തിയെടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ മർത്തായിസം എന്ന് പറയുന്ന ശൈലിയിലേക്കിന്ന് കാലം മാറിയിരിക്കുന്നു. ഈ നാളുകളിൽ ഒരു രൂപതയുടെ വാർഷികത്തോട് ബന്ധപ്പെട്ട അവിടുത്തെ അഭിമന്യ പിതാവ് പറഞ്ഞൊരു വാചകം ഇടമൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. അതായത് സന്യാസവും പൗരോഹിത്യവുമൊക്കെ അറിഞ്ഞുമറിയാണ്ടും സന്നിധാനത്തിരിക്കുന്നതിനുള്ള സമയം വളരെ കുറച്ച് ഉപയോഗപ്പെടുത്തിയപ്പോൾ വിശ്വാസികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വിശ്വാസികളൊക്കെ മിനിമം ആത്മീയതയിൽ മാത്രം ജീവിക്കാൻ തുടങ്ങിയപ്പം അധ്വാനമേറിയിട്ടും ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ തുറക്കപ്പെടുന്നില്ല. വളരെ വ്യക്തമാണ് ഈ വചനം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്നിട്ട് കൈകൊണ്ട് അധ്വാനിക്കുന്ന, യുദ്ധം ചെയ്യുന്ന മക്കബായരുടെ തിരുവചനത്തിലെ ഓർമ്മപ്പെടുത്തൽ നമുക്കും സാധ്യമാവണം. ചില ആൾക്കാർ ഞായറാഴ്ചയും പോലും കട തുറക്കുന്നു. നമ്മൾ എത്ര പറഞ്ഞിട്ടും അതവർക്ക് മനസ്സിലാവണില്ല. ഒരു കാര്യം ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും, തമ്പുരാൻ പറഞ്ഞ വചനത്തോട്, സഭയിലൂടെ വെളിപ്പെടുത്തിയ ആത്മീയ വിചാരത്തോട് വിശ്വസ്തയോടുകൂടിയിട്ട് ഒരാൾ ചേർന്ന് നിന്നാൽ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അണുവിട വ്യത്യാസമില്ലാതെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തരും. സംശയം വേണ്ട. അതിനു പകരം നമ്മുടെ ഒരു താൽക്കാലികമായ കണക്ക് കൂട്ടൽ, 50 ആഴ്ച 46 ആഴ്ച അടച്ചിട്ടാൽ ഇൻഡു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കണക്കുകൂട്ടലുകളൊക്കെ നടത്തും. ദൈവം ഈ കണക്ക് കൂട്ടലിനെ മുഴുവൻ പൊട്ടിച്ച് തരിപ്പണം. ഇത് ജീവിതത്തിൽ പഠിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന, ആത്മീയത എന്ന് പറയുന്നതിനെ, അധ്വാനം എന്ന് പറയുന്നതിനെ വെറുതെ ഒരു പ്രവൃത്തിയായി മാറ്റാതെ അതിങ്ങനെ നിയോഗത്തോടെ, കൃത്യമായ ലക്ഷ്യത്തോടു കൂടെ, ഒരു ടാർഗറ്റോടു കൂടിയിട്ട് ചെയ്ത് കഴിയുമ്പം അത് ആത്മീയമാവുകയും ചെയ്യും. പ്രാർത്ഥന പോലും അധ്വാനമാക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ സന്യാസിനികളോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ അധ്വാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും തമ്മിലൊരു ബന്ധം. ഉദാഹരണത്തിന് ഒരു സഭാ സമൂഹത്തിൽ 10-50 പേര് രോഗികളും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട് പേറുന്നവരുമാണ്.
ബാക്കി ഒരു 10, 100, 150 പേര് ഓടി നടക്കുന്നവർ. ഞാനപ്പം പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഈ വിശ്രമജീവനം നയിക്കുന്ന 50 പേര് ഓടി നടക്കുന്ന ഒരു 4-5 പേരെ മനസ്സുകൊണ്ട് ദത്തെടുത്തിട്ട് അവർക്ക് വേണ്ടി ഈ പകല് മുഴുവനും അവർ ഫീൽഡിലായിരിക്കുമ്പം ഇവർ സന്നിധാനത്തിരിക്കുകയാണ്. അതാണ് ഈ വചനത്തിൻ്റെ ശരിയായ ആത്മീയത. ഒരു പറ്റം ആളുകൾ ഇങ്ങനെ ഹൃദയം കൊണ്ട് തമ്പുരാൻ്റെ അടുത്ത് ഈ ഓടുന്നവൻ്റെ വഴികൾക്ക് കരുത്താകാൻ വേണ്ടി കൊന്തയുരുട്ടിയും കൈപിരിച്ചു പിടിച്ചും മുട്ടുകുത്തിയും അല്പമൊന്ന് മയങ്ങിയും ക്ഷീണിച്ചുമൊക്കെയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വഴിയിലൂടെ കടന്നു പോകുമ്പം, നടന്നു നീങ്ങുമ്പം അത് സഞ്ചാരത്തിലായിരിക്കുന്നവർ, തിരക്കിലായിരിക്കുന്നവർക്കത് കരുത്തായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ ഒരു ഹൃദയഭാവമാക്കി രൂപാന്തരപ്പെടുത്തുകയും, ജൂണിപ്പർ എന്ന് പറയുന്ന അസീസിലെ ഫ്രാൻസിസിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടൊന്നും ഒരറിവുമില്ലാത്തൊരു മനുഷ്യൻ, പലപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് വെറുതെ ആരുമില്ലാത്ത സമയം നോക്കി കോമാളിത്തരം കാണിച്ച് കോമഡിയൊക്കെ കാണിച്ച് ചിരിച്ച് കളിച്ച് മടങ്ങുമ്പം പുണ്യവാൻ ചോദിക്കുന്നുണ്ട്, നീ ദേവാലയത്തിൽ പോയി ഇങ്ങനെ വികൃതമായ അംഗങ്ങൾ കാണിച്ച് കോപ്രാഞ്ചങ്ങളൊക്കെ കാണിച്ച് ദൈവത്തെ കളിയാക്കുകയാണ്. ഈ സാധു മനുഷ്യൻ അസീസിലെ ഫ്രാൻസിസിനോട് പറഞ്ഞത്, ഞാൻ കളിയാക്കുകയല്ല, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ അരികിൽ പോയിട്ട് എനിക്കറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കുക. എനിക്കാകപ്പാടെ ഇങ്ങനെ ചില കോപ്രാഞ്ചങ്ങളെ കാണിക്കാൻ അറിയൂ. നിയതമായ എഴുതി ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകളൊന്നും എനിക്ക് പരിചിതമല്ലാത്തത് കൊണ്ട് ഞാൻ ആകെ ചെയ്യുന്ന പ്രവൃത്തി ഈ കോപ്രായങ്ങൾ, എനിക്കറിയാവുന്ന കോമഡി തമ്പുരാൻ്റെ മുമ്പിൽ പോയി കാണിക്കുക. തമ്പുരാൻ അത് ആസ്വദിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. തമ്പുരാൻ എങ്ങനെ ആസ്വദിക്കും പ്രിയപ്പെട്ടവനെ? ഈശോ ആഗ്രഹിക്കണത് യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ. ആ താരതമ്യം അനുസരിച്ച് കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ, എന്നുവെച്ചാൽ യുദ്ധം ചെയ്യുന്നവൻ എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം, ഉണർവുള്ളവനായിരിക്കണം. യുദ്ധം ചെയ്യുന്നവരെപ്പോഴും ശത്രുവിൻ്റെ ആക്രമണം എപ്പോഴും വരാമെന്ന പ്രതീക്ഷയോടുകൂടെ കഴിയുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നവരും സമാനമായ ഉണർവിൻ്റെ ജാഗ്രതയുടെ ഭാവങ്ങളുള്ളവരായി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് ആത്മീയപിതാക്കന്മാരൊക്കെ പറയണത് പത്രം വായിച്ചു കരയുന്ന ഒരാത്മീയത. അതായത് പത്രത്തിനകത്തൊരു വ്യക്തി മരണപ്പെട്ടുവെന്നറിയുമ്പം, ഒരാൾ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുന്നുവെന്നറിയുമ്പം അതെന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു. അതിന് പകരം അതെവിടെയോ ആരോ എങ്ങനെയോ മരിച്ച്, അതൊരു ഒരു ഒരു ദുഷ്ടലാക്കുള്ള ചിന്തയെ ചില ആളുകൾക്ക്, ചില ഗണങ്ങൾക്ക് അങ്ങനെയുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർക്കുണ്ടാകുന്ന സങ്കടം, മരണം അവരെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു. എന്നാൽ മറ്റ് മതങ്ങളിലോ മറ്റ് ഗണത്തിലോ പെട്ടവരുടേത് അവരുടെ വിഷയമല്ല. നമ്മൾ അങ്ങനെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക് എത്താൻ പാടില്ല. ആത്മീയത എന്ന് പറയുന്നത് അതിങ്ങനെ സദാ ജാഗ്രതയോടെ നിൽക്കുന്നവൻ്റെ ഒരു ചൈതന്യമുള്ള ഒന്നായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ തലങ്ങളെക്കുറിച്ചൊക്കെ ഗുരുക്കന്മാർ പറയണത് പേഴ്സണൽ പ്രയറുമുണ്ട്, കമ്മ്യൂണിറ്റി പ്രയറുമുണ്ട്. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനെ ഈ പറയുന്ന വളർച്ചയിലെത്താൻ കഴിയും. തമ്പുരാൻ്റെ മുമ്പിൽ അല്പനേരമെങ്കിലും ഇങ്ങനെ ശാന്തമായി ഏകാഗ്രതയോടുകൂടിയിട്ടിരിക്കാൻ, വ്യക്തിപരമായിട്ടിരിക്കാൻ. അതുകൊണ്ടാണ് പേഴ്സണൽ പ്രയർ ഈസ് ടു ബിൽഡ് ദ പേഴ്സൺ, എൻ്റെ വ്യക്തിത്വത്തെ വളർത്താൻ, തമ്പുരാനും ഞാനുമായുള്ള ആ ഹൃദയബന്ധത്തെ ഒന്ന് ഉണർത്താൻ സഹായിക്കും. കമ്മ്യൂണിറ്റി പ്രയർ ഇസ് ടു ബിൽഡ് ദ കമ്മ്യൂണിറ്റി. സന്യാസത്തിലൊക്കെ ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. സമൂഹാംഗങ്ങൾ ലോകത്തിൽ എവിടാണെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പം അവർക്കിടയിൽ ഒരു ഹൃദയൈക്യം ഉണ്ടാവുന്നു. കമ്മ്യൂണിറ്റി പ്രേസ് ടുഗദർ, ലിവ്സ് ടുഗദർ. അതുകൊണ്ടാണ് കൂട്ടക്രമങ്ങളിൽ നിന്നൊന്നും സന്യാസം വിട്ടുനിൽക്കരുതെന്ന് പറയുന്നത്. കുടുംബം അങ്ങനെ തന്നെയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കണം നീ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു, ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ പിശാചിന് പേടിയാണ്. ജോൺ പോൾ പാപ്പയെ ഓർമ്മപ്പെടുത്തി, ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബത്തിൽ നിന്ന് പിശാചുക്കൾ ഓടിപ്പോകുന്നു. അപ്പോൾ കൂട്ടമായിട്ട്, സംഘമായി, സമൂഹമായി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി. അപ്പം നമ്മളറിയാതെ ഹൃദയങ്ങൾക്കിടയിൽ, ബന്ധങ്ങൾക്കിടയിൽ ഒരു ഡിവൈൻ ഫ്ലോ, ഒരു ദൈവികമായ ഫ്ലോയിഡ് നിറയുക. അതുകൊണ്ട് തന്നെയാവണം വചനം ഇങ്ങനെ പറഞ്ഞു വെച്ചത്, കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യണം, ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ അധരവ്യായാമത്തിൻ്റെ പ്രാർത്ഥനയുമായിട്ട് കടന്നു പോവുകയാണ്. എന്തൊക്കെയോ ചൊല്ലിത്തീർക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ്. സമയത്ത് നിയതമായൊരു ഫ്രെയിമിനകത്ത് ഏതൊക്കെയോ കാര്യങ്ങൾ, ഫ്രെയിമൊന്നും വേണ്ടെന്നോ തന്നിഷ്ടം പോലെ വായി തോന്നുന്ന പോലെ പ്രാർത്ഥിക്കണമെന്നൊന്നും അല്ല അർത്ഥം.
അതൊക്കെ ആവാം. അതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിന് വളർച്ചയുണ്ടാകുമെന്ന് ചിന്തിക്കരുത്. മറിച്ച് യുദ്ധം ചെയ്യുന്നവൻ്റെ ജാഗ്രതയോട് കൂടിയിട്ട് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയെ, എൻ്റെ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയെ, ഈ കൂട്ടക്രമങ്ങളെ മുഴുവനും ഏറെ ഗൗരവത്തോടു കൂടിയിട്ടൊന്നെടുക്കാൻ, ഏറെ ശ്രദ്ധയോടെ അതിനൊന്ന് കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയുമോ? ചുമ്മാ ജീവിച്ചു കടന്നു പോകുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ പാടില്ല. നമുക്ക് ചുറ്റുപാടുകളോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണമെന്നേ. പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മളെ നിയോഗിക്കുന്ന ഇടങ്ങളോട് ബന്ധപ്പെടുത്തിയ ദൈവിക സ്വപ്നം ഒന്ന് കണ്ടുപിടിക്കണം. എന്നെ തമ്പുരാൻ ഇന്ന് വയനാട്ടിലൊരിടത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പോട് കൂടിയിട്ട് പറയാൻ പറ്റും, ആ ദേശത്തിന് വേണ്ടി, ആ ദേശത്തോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയുടെ ഇടങ്ങളിൽ എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ചില ദൈവിക പദ്ധതികളുണ്ട്. അത് പൂർത്തീകരിക്കാതെ, അതിനുവേണ്ടി പ്രവർത്തിക്കാതെ, അതിനുവേണ്ടി യുദ്ധസമാനമായ ഉണർവിൻ്റെ ഭാവത്തോടു കൂടെ അധ്വാനിക്കാതെ, അതിനുവേണ്ടി ഹൃദയപൂർവകമായിട്ട് പ്രാർത്ഥിക്കാതെ, ഞാനിങ്ങനെ ആരും എന്നോടൊന്ന് നിയമപരമായിട്ട് നൈയാമികമായിട്ട് അത് ചെയ്തില്ല എന്ന് ചോദിക്കില്ല. കാരണം എന്താണ്? അവിടെ ദൈവവും ഞാനും നമ്മളുടെ ബന്ധമാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ, ഒരു സമർപ്പിതൻ്റെ ജീവിതത്തിൽ, ഒരു സന്യാസികളുടെ ജീവിത വഴിയിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ഇങ്ങനെ പരുക്കുപറ്റാതെ അഭിഷേകത്തോടു കൂടിയിട്ട് കൊണ്ടു നടക്കാമോ? ഇത്തരം ഇടങ്ങളോട് വിശ്വസ്തയോട് കൂടിയിട്ട് വ്യാപരിക്കാമോ? ദൈവം പിന്നെ നമ്മളെ അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു ദേശത്തേക്ക് ദൈവം എന്നെ പറഞ്ഞു വിട്ടുവെന്ന് കരുതിയിട്ട് മിഷനിലൊക്കെ പോകുന്നവർ, വർഷങ്ങളോളം മിഷൻ ദേശത്ത് പോയിട്ട് പിന്നീട് ഒരിക്കലും മടങ്ങി വരാതെ പോലും ആ ദേശത്തെ ദൈവത്തിന് പ്രീതികരമായ ഇടമാക്കി മാറ്റുന്നവരായിട്ട് കടന്നു പോകുന്ന ആളുകൾ. എന്നാൽ അവർ ജീവിതത്തിലൊരിക്കലും അത്തരമൊരു ഭാവം സൂക്ഷിച്ചിട്ടില്ല. വിദേശികളായ ചില മിഷണറിമാരെക്കുറിച്ചൊക്കെ വായിച്ചപ്പം അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് ദേശം വിട്ട് ഈ പുതിയ നാട്ടിലേക്ക് വന്നാൽ പിന്നെ മടങ്ങിപ്പോകുന്നില്ല. കാരണം എന്താ? മടങ്ങിപ്പോകുമ്പം നമ്മുടെ അസാന്നിധ്യം, ഒരു ഉണർവുള്ള പട്ടാളക്കാരൻ്റെ മനസ്സോടെ, ഒരു ഹൃദയമുള്ള പ്രാർത്ഥനക്കാരൻ്റെ ഭാവത്തോടെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ കുഞ്ഞാടുകളെ ആരെങ്കിലും ആക്രമിച്ചാലോ, എൻ്റെ ഹൃദയപൂർവകമായ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഇത്തരം ഇടങ്ങളിൽ കുറവുകൾ എന്തെങ്കിലും സംഭവിച്ചാലോ, അതൊരു വല്ലാത്ത ആത്മീയ ഉണർവിൻ്റെ ചൈതന്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനചിന്തയെ നമ്മൾ ഹൃദയത്തിലൊന്ന് ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചതും, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതും ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത്രയും കാലം പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? പല ആളുകളും ചുമ്മാ അവരെന്തിനാ പണിയെടുക്കുന്നത് ചോദിച്ചാൽ വൈകുന്നേരം ബിവറേജിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നീക്കിയിരിപ്പുണ്ടാകണമെന്നോ നാളെ എനിക്കിതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണമെന്നോ ചിന്തിക്കാൻ, അല്ലെങ്കിൽ അല്പമൊന്ന് മാറ്റിവെക്കാൻ അങ്ങനൊരു ഫ്രെയിം വർക്ക് ചെയ്യുന്നില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രാർത്ഥനയിൽ പോലും ഹൃദയം ചേർക്കുന്നില്ലെങ്കിൽ, ആ ജീവൻ്റെ മിടിപ്പുണ്ടാകുന്നില്ലെങ്കിൽ, അകത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് വെറും അധരത്തിൻ്റെ വ്യായാമമാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറഞ്ഞു വരുന്നത്, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ ബണ്ടിൽ ഓഫ് ആക്ടിവിറ്റി. ആത്മീയത എന്ന് പറയുന്നത് ഒരു പറ്റം ആക്ടിവിറ്റിയല്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇങ്ങനെ ചൊല്ലിക്കൂട്ടുന്ന, എണ്ണത്തിലും വണ്ണത്തിലും ഉണ്ടാകുന്ന ഒരു പറ്റം പ്രവൃത്തികളായിട്ട് ആത്മീയതയെ അല്ലെങ്കിൽ പ്രാർത്ഥനയെ നമ്മൾ കണക്കാക്കിയാൽ, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നു. ചില ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരു സഹോദരനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചിലർ നൊവേനയില്ല, ഒരു 10-16 നൊവേനയെങ്കിലും ഈ പാർട്ടി ചെല്ലുന്നുണ്ട്, എന്നിട്ടും ജീവിതത്തിൽ കാര്യങ്ങളൊന്നും ക്രമപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടലെന്ന് കൃത്യമായി പറയാൻ തക്ക വിധം ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്തെന്നാ? ഞാൻ മനസ്സിലാക്കുന്നത്, യുദ്ധം ചെയ്യുന്നവൻ്റെ മനസ്സ് അധ്വാനത്തിലുണ്ടാകുന്നില്ല, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന മനോഭാവങ്ങൾ രൂപപ്പെടുന്നില്ല. അതുകൊണ്ട് കുറേ കൂടെ നമ്മുടെ പ്രാർത്ഥനയെ, ചില പ്രാർത്ഥനകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പം ആൾക്കാർ പറയും, ഞാൻ ഉള്ളിന്ന് വരുന്നതെന്ന് തോന്നും. ചില ആളുകളൊക്കെ ഈ സ്പോണ്ടേനിയസ് പ്രെയർ, സ്വയം പ്രേരിത പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പം വലിയ ഭാഷകളുടെ സൗന്ദര്യമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ സൗന്ദര്യം എന്തുമാത്രം ഉപയോഗപ്പെടുത്തുമ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ജീവൻ്റെ കുറവുണ്ട്, എന്തോ ഒരു ചൈതന്യത്തിൻ്റെ ചോർച്ചയുണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാരണം പ്രാർത്ഥനയെ ശരിക്കും ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതായി മാറ്റുന്നില്ല. അധ്വാനത്തെ പലപ്പോഴും ഈ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നില്ല. വെറുതെ എന്തൊക്കെയോ ചെയ്ത് കടന്നു പോവുക മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ
എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ ഇതിലേതിൽ പെടും? മറ്റുള്ളവന് വേണ്ടി ചുമ്മാ ആളെ കാണുമ്പോൾ കൈവിരിച്ച് പിടിക്കുക, മനുഷ്യർ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കുക, ആരും കേൾക്കാനില്ലാത്തപ്പോഴും, ആരും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഇല്ലാത്തപ്പോഴും ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ അധ്വാനിക്കുന്നവർ, കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും സന്നിധാനത്തുള്ള ഇരിപ്പ് വിട്ടുവീഴ്ചയില്ലാത്തതാകുന്ന മനുഷ്യർ, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ജീവിതം വിജയിക്കും. പല ആളുകൾക്കും ഇന്നതില്ല. നമ്മുടെ ഈ തൊഴിൽ സമീപനങ്ങൾ പോലും ആർക്കെങ്കിലും ഉറപ്പായിട്ടും ആരും എന്നെ വീക്ഷിക്കുന്നില്ലെന്നും ഞാൻ ക്യാമറ കണ്ണുകളിൽ പെടില്ലെന്നും ഒക്കെ അറിയുമ്പോഴും അതൊന്നും എൻ്റെ വിഷയമല്ല, ഞാനെന്നും അന്നും ഇന്നും എന്നും ഒരുപോലെ. ചില മനുഷ്യരെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്തൊരു കൗതുകമെന്നറിയും. ഒരു കാർന്നവരെക്കുറിച്ചൊരു കുടുംബം എന്നോട് പറഞ്ഞു, അച്ഛാ, ആ മനുഷ്യൻ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് പുള്ളി പണിയാൻ വന്നാൽ വേറെ ഒന്നുമില്ല, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. പ്രാർത്ഥനയെക്കുറിച്ചും ഇത് തന്നെ. ചില മനുഷ്യരൊക്കെ എവിടെയായിരുന്നാലും അവർ പ്രാർത്ഥിക്കാൻ അവരെ ഏൽപ്പിച്ചാൽ ഇടം വലം തിരിയില്ല, വേറെ ഒന്നുമില്ല. അപ്പം വിശുദ്ധിയെക്കുറിച്ചുള്ള നിർവചനം പോലും അങ്ങനെയല്ലേ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. എത്ര ലളിതമാണ്. അത് പ്രാർത്ഥനയാവാം, അത് പ്രവൃത്തിയാകാം. ഭർത്താവും മറിയവും ഒരാൾ പ്രാർത്ഥനയും ഒരാൾ പ്രവൃത്തിയുമാണ്. തമ്പുരാൻ പറഞ്ഞത് അതിനകത്ത് പ്രാർത്ഥന വേണ്ടെന്നോ പ്രവൃത്തി മാത്രം മതിയെന്നോ, പ്രവൃത്തി വേണ്ടെന്നോ പ്രാർത്ഥന മാത്രം മതിയെന്നോ അല്ല. ആ മൊമെൻറ്റിൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. മർത്ത പലവിധ കാര്യത്തിൽ വികൃതയായി. നിശ്ചയമായിട്ടും ഈ ഒരു ബാലൻസ്ഡ് കാഴ്ചപ്പാടിലേക്ക് എത്താൻ നമ്മുടെ ജീവിതത്തിലാവട്ടെ. ലൂയി മോൺഫോർട്ട് പുണ്യവാൻ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു വെച്ചു, കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പം കിട്ടുന്ന അനുഗ്രഹം എണ്ണമറ്റതാണ്. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹമാണെങ്കിൽ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കൂട്ടത്തിൻ്റെ മുഴുവൻ കൃപയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനകൾ, കുടുംബ സമ്മേളനത്തിലെ പ്രാർത്ഥനകൾ, കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾ, ഓൺലൈനിലാണെങ്കിലും കൂട്ടായ്മയിൽ ചേരുമ്പം പ്രാർത്ഥനയുടെ കരുത്ത്, ബലം അല്ലാണ്ട് വർദ്ധിക്കുകയാണ്. അഭിഷേകത്തിലേക്ക് എത്താൻ നമുക്കാവട്ടെ. അതിനെ ഓർമ്മപ്പെടുത്തും പോലെ നമുക്കും കൈകൊണ്ട് യുദ്ധം ചെയ്യാം. അധ്വാനത്തെ ആത്മീയതയുടെ പരിപ്രേക്ഷ്യമുള്ളതാക്കി രൂപാന്തരപ്പെടുത്താം. ഹൃദയം കൊണ്ട് തമ്പുരാനോട് ചേർന്ന് ആത്മീയതയെ ശരിക്കും ഹൃദയപൂർവ്വമുള്ള ഒരു കർമ്മമാക്കി രൂപാന്തരപ്പെടുത്താം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഏറ്റെടുക്കണം. നാളിതുവരെ അധ്വാനിച്ചതൊക്കെ യുദ്ധം ചെയ്യുന്നവൻ്റെ മനസ്സോടുകൂടെയോ ആത്മീയതയുടെ വിചാരത്തോടു കൂടി ആയിരുന്നില്ല. വെറുതെ കുറേ വ്യായാമങ്ങൾ, തല്ലൊന്നു മാറ്റുക, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാൻ, പ്രാർത്ഥനയിൽ ഹൃദയം ചേർത്ത് വെച്ചില്ലെങ്കിൽ അധരം എന്തോ ചൊല്ലുന്ന, എന്തൊക്കെയോ ചെയ്യുന്ന കർമ്മവഴികളിലൂടെയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾ നിരാശരാവും. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പം ഒന്നും തോന്നില്ല. ഇല്ലെങ്കിൽ ഉള്ള് ജീവിതം സുഖം, സ്വസ്ഥത അനുഭവിക്കും. അധ്വാനത്തിനൊടുവിൽ മടുപ്പല്ല, മനസ്സൊക്കെ ഉണ്ടാവും. കൃപ നൽകിയാലും അനുഗ്രഹിച്ചാലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.